ഹലോ, ഇന്ന് ഒക്ടോബർ 26. നിങ്ങളൊരു ന്യൂസ് കേട്ടിരുന്നോ? ചില രാജ്യങ്ങളിലൊക്കെ ഇന്ന് വെളുപ്പിന് 2 o'clock ക്ലോക്കിലെ ടൈം 1 hour ബാക്കിലോട്ട് മാറുന്നു. മാനുവൽ ക്ലോക്കിലൊക്കെ 1 hour ബാക്കിലോട്ട് സെറ്റ് ചെയ്യണം, ഡിജിറ്റൽ ക്ലോക്കിലും മൊബൈലിലും ഒക്കെ ഓട്ടോമാറ്റിക്കലി 1 hour ബാക്കിലോട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നോ? എന്താണ് ഈ സംഭവം എന്ന് ആർക്കെങ്കിലും ഒക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടോ? അപ്പോൾ ഞാനതൊന്ന് പറഞ്ഞുതരാം. ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ എൻഡ് ഓഫ് DST എന്നാണ് പറയണത്. ഡേ ലൈറ്റ് സേവിങ് ടൈം എൻഡ് ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 1 മണിക്കൂർ ബാക്കിലോട്ട് ടൈം സെറ്റ് ചെയ്യുന്നത്. എന്താണ് DST അഥവാ ഡേ ലൈറ്റ് സേവിങ് ടൈം? ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിലൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. 1ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ് ഈ ഡേ ലൈറ്റ് സേവിങ് ടൈം. അതായത് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഡേ ലൈറ്റ്, അതായത് എനർജി കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റാണ് DST. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ആ ഒരു ചെരുവും സൂര്യനും ഭൂമിയും തമ്മിലൊരു പൊസിഷനൊക്കെ അനുസരിച്ചിട്ടാണ് ഈ നമ്മളെ കാലങ്ങൾ, സീസൺസ് പറയുന്നത്. വേനൽക്കാലത്ത് സൂര്യൻ നേരത്തെ ഉദിച്ചിട്ട് വൈകി അസ്തമിക്കും, അതായത് പകൽ കൂടുതലായിരിക്കും, രാത്രി കുറവായിരിക്കും. ശൈത്യകാലത്ത് നേരെ തിരിച്ചാണ് അല്ലേ? സൂര്യൻ വൈകി ഉദിച്ചിട്ട് നേരത്തെ അസ്തമിക്കും, അപ്പോൾ ശൈത്യകാലത്ത് രാത്രിയായിരിക്കും കൂടുതൽ. ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യ ഭൂമധ്യരേഖയുടെ അടുത്തുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് നമുക്കത് വലിയ രീതിയിൽ ഈ ഒരു ഡിഫറൻസ് അത്ര ഫീൽ ചെയ്യാറില്ല. പക്ഷേ കുറച്ചും കൂടി ഭൂമധ്യരേഖയിൽ നിന്നും ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു വേനൽക്കാലവും ശൈത്യകാലവും തമ്മിലുള്ള ഈ ഒരു പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യമൊക്കെ നല്ല രീതിയിൽ അവർക്കത് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലൊക്കെ ഈ വേനൽക്കാലം ആകുമ്പോഴേക്കും കുറച്ചും കൂടെ അവർക്ക് ആ ഒരു ഡേ ലൈറ്റ് സേവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോക്കിലെ ടൈമൊക്കെ 1 മണിക്കൂർ മുന്നോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും. മുന്നോട്ട് സെറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഇപ്പോൾ രാവിലെ 6 മണിക്ക് ഉദിക്കുന്ന സൂര്യൻ 7 മണിക്കാണ് ഉദിക്കുന്നത്, പക്ഷേ വൈകുന്നേരം എന്ത് പറ്റും? വൈകിയാണ് അസ്തമിക്കുക. അപ്പോൾ പകൽ കൂടുതൽ കിട്ടുന്നതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ വൈകി സൂര്യൻ അസ്തമിക്കുന്നത് കാരണം എല്ലാവർക്കും കുറച്ചും കൂടെ പകൽ കിട്ടുമെന്നും എക്സ്ട്രാ കുറച്ചും കൂടെ ടൈം അവർക്ക് കുട്ടികൾക്ക് കളിക്കാനും അങ്ങനെ എല്ലാവർക്കും ആ സൺലൈറ്റ് കുറെ കൂടി എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന ഒരു ചിന്താഗതിയിലാണ്, അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു DST അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു DST സെറ്റ് ചെയ്യണത് വേനൽക്കാലത്തിൻ്റെ ആരംഭത്തോട് കൂടിയിട്ടാണ്, അതായത് മാർച്ച് മാസമാണ്. അപ്പോൾ ഈ വേനൽക്കാലം കഴിഞ്ഞ് അടുത്ത ശരത്കാലം ആരംഭിക്കുന്ന സമയത്ത്, അതായത് ഒക്ടോബർ എൻഡ് നവംബർ ബിഗിനിങ്ങിലൊക്കെയാണ് ഈ ഒരു വേനൽക്കാലം അവസാനിക്കുന്നത്. പല രാജ്യങ്ങളും അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ വേനൽക്കാലം അവസാനിക്കുമ്പോൾ ഇവർ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച DST ഉണ്ട്, 1 മണിക്കൂർ മുന്നോട്ട് വെച്ചത് തിരിച്ച് 1 മണിക്കൂർ പുറകിലോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും. അതാണ് എൻഡ് ഓഫ് DST എന്ന് പറഞ്ഞത്. അങ്ങനെ എൻഡ് ഓഫ് DSTയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിന് അങ്ങനെ ക്ലോക്കിലെ ടൈം 1 മണിക്കൂർ പുറകിലോട്ടാകുന്നു എന്നൊക്കെ നമ്മൾ ന്യൂസ് കേട്ടത്. നിങ്ങളിങ്ങനെ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുള്ള സ്ഥലത്ത് ഈ ഒരു DST എൻഡ് ഓഫ് DST കോൺസെപ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ.